ഹലോ. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് 2 ദിവസമായിട്ട് തീരെ വയ്യ. അപ്പോൾ അതൊന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഞാൻ ആലോചിച്ച് ഇന്ന് ഇവിടുന്നല്ലേ ഇൻട്രോ പറയില്ല, അപ്പോൾ ഒന്ന് പുറത്തുനിന്ന് പറയാമെന്ന്. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ പനി വരുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മേല് മുഴുവൻ ഭയങ്കര ചൊറിച്ചിൽ. അപ്പോൾ ഇന്നലെ വരെ ചൊറി മാത്രമേ ഉള്ളൂ, ഇനിയിപ്പോൾ അത് ഒരു കുരുമായി വന്നിരുന്നു. അപ്പോൾ സാധാരണ ഞാൻ ആദ്യം വിചാരിച്ച് വട്ടച്ചൊറിയാണെന്നാണ്. ഇപ്പോൾ എല്ലായിടത്തും കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണല്ലോ. പിന്നെ ഉമ്മ ഉണ്ട് കേട്ടോ കൂടെ. അങ്ങനെ ഞങ്ങൾ രണ്ടാൾ കൂടെ പോകാൻ നേരത്താണ് ഇയാളെ കണ്ടത്. ഇത് താത്താൻ്റെ മോളാണ്. അപ്പോൾ ഞങ്ങൾ പോകണ കണ്ടപ്പോൾ മുട്ടായി വേണം കേട്ടാന്ന് പറയണേ. പിന്നെ ഉമ്മ വിളിച്ചപ്പോൾ ഞാൻ തിരിഞ്ഞടക്കേനെ. അപ്പോൾ ഒന്നും കൂടി വിളിക്കുന്നുണ്ട്, ടാറ്റ തരാനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് ഞാൻ ടാറ്റയൊക്കെ കൊടുത്ത് അങ്ങനെ പോകുന്നത്. പിന്നെ ഞങ്ങളുടെ വീടിന് മുന്നിൽ പാടമുണ്ട് കേട്ടോ. അത് ഞാൻ ഹോം ടൂറിൽ കാണിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ മഴയൊന്നുമില്ലാത്തതുകൊണ്ട് അവിടെയൊക്കെ വെള്ളം പറ്റിയിരുന്നു. പിന്നെ ഈ കാണുന്ന കുളമില്ല, അതിന് ഏകദേശം 50 വർഷം പഴക്കമുണ്ട്. അപ്പോൾ കുറേ വീഡിയോകൾ കാണിക്കാമെന്ന് വിചാരിച്ചു, പിന്നെ മറക്കും. പിന്നെ ഞാൻ ഉമ്മാനെ തോൽപ്പിച്ച് ഞാൻ മുന്നിലായിട്ടാണ്. അതാണ് ഉമ്മ വേഗം നടന്നത്. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ ഇവിടെ ടോക്കൺ നമ്പർ ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് പുറത്തിരിക്കാൻ പറഞ്ഞു. അങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യണം, ലിസ്റ്റൊക്കെ എടുത്തിങ്ങനെ. അവിടെ എത്തിയപ്പോൾ ഞങ്ങളെ ഫാമിലിയിലെ കുറേ ആൾക്കാരെ കണ്ടിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് നല്ല മടിയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വ്ളോഗ് ചെയ്യണേ. ഇക്കാൻ്റെ കൂടെ പോയെന്ന് ഒരിടം ചെയ്തിരുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ടോക്കണിൻ്റെ മുന്നിലെത്തി. അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ വിളിക്കുക, അങ്ങനെ എൻ്റെ ടോക്കണായി. അങ്ങനെ ഡോക്ടറൊക്കെ കയറി കണ്ടതിൻ്റെ ശേഷം കുഴപ്പമില്ല എന്നാട്ടോ ഡോക്ടർ പറഞ്ഞത്. വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞേ. പിന്നെ ഡോക്ടർ എനിക്ക് ഓയിൽമെൻറ്റും അതേപോലെ തന്നെ ചൊറി കുറവിന് വേണ്ടി ഒരു ഗുളികയാണ് തന്നത്. ഗുളിക ഇനി പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. പിന്നെ ആ കാണുന്നട്ടോ ഫസ്റ്റ് സ്റ്റോപ്പ്. നമ്മൾ തിരിച്ചു പോണ ബസ്സിലാണ്. അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ നിന്നില്ല, കാരണം എനിക്ക് നല്ല മടിയേനി. ഗുളിക അവിടുന്ന് കിട്ടാത്തതുകൊണ്ട് തന്നെ അത് പുറത്തുനിന്ന് വാങ്ങി. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു മിഠായി കൂടി വാങ്ങിട്ടോ. അത് മിഠായി അല്ല, സത്യത്തിൽ ഒരു ഗുളിക തന്നെയാണ്, ആജ്മോൾ എന്ന് പറയും. പക്ഷെ പണ്ടൊക്കെ സ്കൂളിൽ തരുമ്പോൾ അത് നല്ല വാങ്ങി തിന്നേനി. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കണ്ടപ്പോൾ അതും വാങ്ങിട്ടോ. പിന്നെ ഞാൻ ഇനി ഓയിൽമെൻറ്റ് തേക്കട്ടെ, എനിക്ക് നല്ല ചൊറിച്ചിലുണ്ട്. പുറത്തായി വന്നാൽ ചൂടൊക്കെ അതിട്ട് ഭയങ്കര ചൊറിച്ചിലാണ്. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തെ ഒരു മയക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ ബൈ.